മലമ്പുഴ മണ്ഡലത്തിലെ കൊടുമ്പു പഞ്ചായത്തിലെ താമസക്കാരനായ വിജില ചന്ദ്രനും ഭർത്താവ് ശിവകുമാറിനും പാലക്കാട് മണ്ഡലത്തിൽ വോട്ടുണ്ട്. വോട്ടർ ഐ ഡി കിട്ടിയത് ഈ അടുത്ത കാലത്താണെന്നും മലമ്പുഴയിലെ വോട്ടർ പട്ടികയിൽ ചേർത്ത ഐ ഡി കാർഡ് നമ്പറും പാലക്കാട് പട്ടികയിലെ നമ്പറും തമ്മിലുള്ള വ്യത്യാസം അറിയില്ല എന്നുമാണ് വിജില പ്രതികരിച്ചിരിക്കുന്നത്. മലമ്പുഴയിൽ വോട്ട് ചേർത്തുവെങ്കിലും വോട്ട് ചെയ്തിട്ടില്ല എന്നും വിശദീകരിക്കുന്നു. ഞാനേ റിപ്പോർട്ടർ ടി വിന്ന് വരികയാണേ. അപ്പോൾ നമ്മൾ ഇലക്ഷൻ്റെ നിങ്ങൾ മലമ്പുഴ മണ്ഡലത്തിലാണോ ശരിക്കും നിങ്ങളുടെ വീട്? അല്ല, ഇവിടെ 2-3 വീട് മലമ്പുഴയാണെന്ന് പറയുന്നത്. ഞങ്ങൾ ഇപ്പോൾ ഇവിടെ താമസം വന്നിട്ട് കുറച്ചായിട്ടുള്ളൂ. അപ്പോൾ നിങ്ങളുടെ വീട് എവിടെയാണ് വരുന്നത്? ഏത് പഞ്ചായത്തിലാണ്? കൊളുമ്പ് പഞ്ചായത്തിലാണ് അല്ലേ? ഇതിൽ നിങ്ങളുടെ മലമ്പുഴയിൽ നിങ്ങളുടെ പേര് കാണുന്നുണ്ട്. അതേ തന്നെ പാലക്കാടിൻ്റെ പുതിയ പട്ടികയിലും നിങ്ങളുടെ പേര് വരുന്നുണ്ട്. അപ്പം ഈ ഐ ഡി കാർഡ് അതെ കൂട്ടിച്ചേർത്ത ലിസ്റ്റിലേ അതെ പുതിയതിൽ വരുന്നുണ്ട്. ഞങ്ങൾ മാറ്റിയതാണ്, പാലക്കാട്ടോട്ട് മാറ്റിയതാണ്. ഞങ്ങൾക്ക് മലമ്പുഴ മണ്ഡലത്തിലായിട്ടൊന്നും ഞങ്ങൾക്ക് ഐഡന്റിറ്റി കാർഡൊന്നും കിട്ടിയിട്ടില്ല. ഇതിലിപ്പോൾ 2 ഐഡന്റിറ്റി കാർഡ് ഞങ്ങൾക്ക് ഐഡന്റിറ്റി കാർഡ് കിട്ടിയിട്ടില്ല. പോസ്റ്റ് വഴി വന്നിട്ടില്ല. പാലക്കാട് ആക്കിയപ്പോഴാണ് ഞങ്ങൾക്ക് ഐഡന്റിറ്റി കാർഡ് വന്നത്. ഞങ്ങൾക്ക് മലമ്പുഴ ആക്കിയിട്ട് ഐ ഡി കാർഡ് വന്നിട്ടില്ല. മലമ്പുഴ നിങ്ങൾ വോട്ട് ചെയ്തിട്ടില്ല? ഇല്ല. ഹസ്ബൻഡും ഇല്ല, ഇവിടെ ഇതുവരെ വോട്ടായിട്ടില്ല. ഇപ്പൊ ഇവിടേക്ക് വന്നിട്ട് 4 വർഷമായി. ഇതുവരെ വോട്ടർ പട്ടികയിൽ ചേർത്തിട്ടുണ്ടെങ്കിൽ ഇതുവരെ ചേർത്തിയിട്ടില്ല. ആരും ചേർത്തിയിട്ടില്ല. വോട്ട് ആയിട്ടില്ല. മലമ്പുഴ ഞങ്ങൾ ചെയ്തിട്ടില്ല. ഫസ്റ്റ് വോട്ടാണിത്. അപ്പോൾ അവിടെ പേര് വെട്ടാൻ വേണ്ടി കൊടുത്തിട്ടില്ല അവിടെ അപേക്ഷിക്കുമ്പോൾ? അതിനെക്കുറിച്ച് അറിയില്ല. അതായത് 2 തരത്തിൽ കണ്ടതുകൊണ്ട് ചോദിച്ചെന്നേ ഉള്ളൂ. അപ്പം നിങ്ങളുടെ പേര് കണ്ടത് അപ്ലൈ ചെയ്തിരുന്നു, പക്ഷെ ഞങ്ങൾക്ക് ഐ ഡി കാർഡ് കിട്ടിയിട്ടില്ല. ആണല്ലേ? പക്ഷേ പിന്നെ അതിൽ ഐ ഡി വന്നിരിക്കുന്നു. ഇപ്പം ഞങ്ങൾക്ക് വന്നു, പാലക്കാടിൻ്റെ ഐ ഡി വന്നു. പാലക്കാട് ഐ ഡി ആദ്യം ഈ ഇലക്ഷൻ സമയം ആയതുകൊണ്ടായിരിക്കും പെട്ടെന്ന് കിട്ടിയത്. നേരത്തെ അപ്ലൈ ചെയ്തിട്ട് ഇപ്പോൾ 3 വർഷത്തിന് മേലെയായി. ഇതുവരെയായിട്ട് ഐ ഡി കാർഡ് കിട്ടിയിട്ടില്ല. മലമ്പുഴത്തെ? മലമ്പുഴ. അല്ല, അപ്പം മലമ്പുഴയിൽ നിങ്ങളുടെ ഐ ഡി കാർഡിൻ്റെ നമ്പർ കാണിക്കുന്നുണ്ടല്ലോ. പക്ഷെ ഞങ്ങൾക്ക് പോസ്റ്റ് വഴി വന്നിട്ടില്ല. പക്ഷെ ഇതിപ്പോൾ കൊടുത്തതും പെട്ടെന്ന് തന്നെ വന്നു. ഇലക്ഷൻ ആയതുകൊണ്ടായിരിക്കും. പക്ഷെ നിങ്ങൾ ഉള്ളത് ഇപ്പം താമസിക്കുന്ന മലമ്പുഴ മണ്ഡലത്തിലാണ് ആണെന്ന് തോന്നുന്നു. കൊടുമ്പ് പഞ്ചായത്തല്ലേ? അറിയില്ല. അല്ല, നിങ്ങൾ കൊടുമ്പ് പഞ്ചായത്ത് തന്നെ. പഞ്ചായത്തിലാണ് തന്നെ. ദീപക് മലയുമുണ്ട് വിവരങ്ങളുമായി. ദീപക്, ഇപ്പോൾ ഇവരുടെ പ്രതികരണം, ഇവർക്ക് മലമ്പുഴയിൽ ഇതുവരെ വോട്ട് ചെയ്യാനായിട്ടില്ല, പാലക്കാടേക്ക് ആവശ്യപ്പെട്ടിരുന്നു എന്നുള്ളതാണല്ലോ. ഇപ്പോൾ പലരുടേതായി പ്രതികരണങ്ങൾ നമ്മൾ എടുക്കുമ്പോൾ എല്ലാത്തിലും ഒരു സമാന സ്വഭാവം കാണുന്നുണ്ടോ? പലരും വോട്ടർമാർ അറിഞ്ഞിട്ടല്ല. ഇപ്പോൾ ദീപകിനോട് സംസാരിച്ച സ്ത്രീയാണെങ്കിൽ അവർക്ക് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവർ പാലക്കാട്ടേക്ക് ആവശ്യപ്പെട്ടു എന്നല്ലേ പറയുന്നത്. അപ്പോൾ ഇതിൽ ഈ പറയുന്ന ഒരു 2ഇടത്തും വോട്ടർ പട്ടികയിൽ പേരുള്ള ഒരാൾ തന്നെയാണോ വിജില? സ്മൃതി, തീർച്ചയായും നമുക്ക് എൻ്റെ കയ്യിലുള്ളത് വോട്ടർ പട്ടികയുടെ പകർപ്പാണ്. 23/1/2024 മുതൽ 4/4/2024 വരെ ഈ മലമ്പുഴ മണ്ഡലത്തിലെ കൂട്ടിച്ചേർക്കപ്പെട്ട പട്ടികയിൽ അവരുടെ പേരുണ്ട്. അതായത് വിജില ചന്ദ്രൻ 1505 എന്നുള്ളതാണ് ക്രമ നമ്പർ. അവരുടെ ഭർത്താവ് ശിവകുമാർ 1503. ഈ 2 പേരുകളും മലമ്പുഴ മണ്ഡലത്തിലെ വോട്ടർ പട്ടികയിൽ പേരുള്ളതാണ്. അതേസമയം തന്നെ ഇപ്പോൾ കൂട്ടിച്ചേർക്കപ്പെട്ട പാലക്കാട് മണ്ഡലത്തിൻ്റെ 11/7/2024 10/10/2024 എന്ന് പറയുന്ന പുതിയ പട്ടികയിൽ 1116 നമ്പർകാരിയായിട്ട് വീണ്ടും വിജില ചന്ദ്രൻ എത്തുന്നുണ്ട്. ഒപ്പം തന്നെ അവരുടെ ഭർത്താവ് ശിവകുമാർ 1115 നമ്പറുകാരനായും എത്തുന്നുണ്ട്. എന്ന് വെച്ചാൽ ഈ കൊടുമ്പ് പഞ്ചായത്തിലാണ് ഇവർ താമസിക്കുന്നത്. നിലവിൽ പാലക്കാട് മണ്ഡലം എന്ന് പറയുമ്പോൾ നമുക്കറിയാം 3 പഞ്ചായത്തുകളാണ് വരുന്നത്. മാത്തൂര്, കണ്ണാടി, പിഴായിരി പഞ്ചായത്തുകളാണ് വരുന്നത്. അതിന് പുറത്ത് മലമ്പുഴ മണ്ഡലത്തിലുള്ള വോട്ടർമാർ പാലക്കാട് പട്ടികയിലേക്ക് ഉൾപ്പെട്ടു എന്നുള്ളതാണ്. ഇതിൽ ഏറ്റവും കൗതുകകരമായ ഒരു കാര്യമെന്ന് പറയുന്നത് മലമ്പുഴ മണ്ഡലത്തിൽ വോട്ട് ചേർക്കപ്പെടുന്ന ഘട്ടത്തിൽ അവരുടെ വീട്ടു നമ്പർ 12/629 എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവരുടെ ഭർത്താവിൻ്റേതും 12/629 എന്ന് കൃത്യമായി തന്നെ മലമ്പുഴ മണ്ഡലവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർ വോട്ട് ചേർത്തപ്പോൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ പാലക്കാട് മണ്ഡലത്തിലേക്ക് എത്തുമ്പോൾ ആ വീട്ടു നമ്പർ ഇല്ല എന്നുള്ളതാണ്. വീട്ടു നമ്പറിന് പകരം ശങ്കരവിലാസം എന്നുള്ള വീട്ടുപേര് മാത്രമാണ് 2 പേരുടെയും കാര്യത്തിൽ നൽകുകയും ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ്. ഇനി മറ്റൊരു കാര്യം എടുത്ത് ശ്രദ്ധിക്കേണ്ടത്, ഈ പുതുക്കിയ പട്ടികയിലെ അവരുടെ വോട്ടർ ഐ ഡി നമ്പറാണ് ZU എന്ന് തുടങ്ങി അവസാനം 225 എന്ന് പറയുന്ന നമ്പറാണ് വിജിലയുമായി ബന്ധപ്പെട്ട് വരുന്നത്. ZU എന്ന് തന്നെ തുടങ്ങുന്ന ഒരു ഇലക്ഷൻ ഐ ഡി നമ്പറാണ് ശിവകുമാറുമായി ബന്ധപ്പെട്ട് വരുന്നത്. അത് പഴയ മലമ്പുഴയിലെ പട്ടികയിലേക്ക് പോകുമ്പോൾ ആ ഇലക്ഷൻ ഐ ഡിയിൽ തന്നെ മാറ്റം വരുന്നുണ്ട്. JPT അവസാനം 81 എന്ന് പറയുന്ന നമ്പറാണ് അവർക്ക് ഈ മലമ്പുഴ മണ്ഡലത്തിലുള്ളത്. അതേസമയം തന്നെ ശിവകുമാറിനും സമാനമായ രീതിയിലുള്ള JPT അവസാനം 75 വരുന്ന നമ്പറാണുള്ളത്. എന്ന് വെച്ചാൽ
രണ്ട് മണ്ഡലങ്ങളിൽ വോട്ട് അവർക്ക് ചേർക്കപ്പെടുന്നു. ആ 2 മണ്ഡലങ്ങളിലും വ്യത്യസ്ത ID നമ്പറുകൾ ഉണ്ടാകുന്നു. 2 മണ്ഡലങ്ങളിലും ഒരിടത്ത് മാത്രമാണ് വീട്ടു നമ്പർ ചേർക്കുന്നത്, മറ്റൊരിടത്ത് വീട്ടുപേര് ചേർക്കുന്നു. അക്ഷരാർത്ഥത്തിൽ ഈ കൊടുമ്പ് പഞ്ചായത്തിൽ തന്നെയാണ് അവർ നിലവിൽ താമസിക്കുന്നത് എന്നുള്ളത് അവർ തന്നെ സ്ഥിരീകരിക്കുന്നുണ്ട്. പക്ഷേ 4 വർഷങ്ങൾക്ക് മുൻപ് ഇത്തരത്തിലൊരു അപേക്ഷ മലമ്പുഴ മണ്ഡലത്തിൽ വോട്ട് ചേർക്കുന്നതുമായി ബന്ധപ്പെട്ട് നൽകിയിട്ടുണ്ടായിരുന്നു. എന്നാൽ അന്ന് ID കാർഡ് കിട്ടിയിരുന്നില്ല എന്നുള്ളതാണ് അവർ ഒരു വാദമായി ഉന്നയിക്കുന്നത്. ID കാർഡ് കിട്ടാത്ത സാഹചര്യത്തിൽ പിന്നെ എങ്ങനെയാണ് വോട്ടർ പട്ടികയിൽ അവർക്ക് കൃത്യമായി ID കാർഡ് നമ്പർ രേഖപ്പെടുത്തപ്പെട്ടത് എന്നുള്ളൊരു ചോദ്യം അവിടെ അവശേഷിക്കുന്നുണ്ട്. സമാനമായ സാഹചര്യത്തിൽ തന്നെ അവർ പാലക്കാട് മണ്ഡലത്തിലേക്ക് വോട്ടിന് വേണ്ടി അപേക്ഷിക്കുകയാണ്. അപ്പോൾ അവർ താമസിക്കുന്നത് മലമ്പുഴ മണ്ഡലത്തിലാണ്, പക്ഷേ അവർ പാലക്കാട്ടേക്ക് വോട്ടിന് വേണ്ടി അപേക്ഷിക്കുന്നു. അത് അപേക്ഷിക്കുന്നതാകട്ടെ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവസാന പട്ടിക തയ്യാറാക്കുന്നതിന്റെ ഏറ്റവും ഒടുവിലുള്ള ആ സമയത്ത് 10 ദിനത്തിനകത്താണ് ഇത് അപേക്ഷിക്കുന്നത്. അപേക്ഷിക്കുന്ന മുറയ്ക്ക് തന്നെ അവർക്ക് വോട്ടർ ID ഉൾപ്പെടെ കിട്ടുന്ന സാഹചര്യവും ഉണ്ടാകുന്നു. BLOമാർ ഇതൊന്നും തന്നെ പരിശോധിച്ചില്ലേ എന്നുള്ള ചോദ്യം അവിടെ നിലനിൽക്കുന്നുണ്ട്. എന്തൊക്കെ പരിശോധിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ വോട്ട് ചേർക്കുന്ന നടപടിയിലേക്ക് കടന്നിട്ടുള്ളത് എന്നുള്ള ചോദ്യവും കൂടി നിലനിൽക്കുകയും ചെയ്യുന്നത്. കൂടുതൽ കാര്യങ്ങൾ തനിക്ക് അറിയില്ല എന്നുള്ളൊരു മറുപടി മാത്രമാണ് വിജയമായി നമ്മൾ സംസാരിക്കുമ്പോൾ അവർ പറയുന്നവരുടെ ഹസ്ബൻഡിനെ നമുക്ക് നേരിട്ട് കാണാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല. സമാനമായ അവസ്ഥ തന്നെയാണ്. മണ്ഡലത്തിലേക്ക് പുതിയ വോട്ടുകൾ ചേർക്കപ്പെട്ടപ്പോൾ പലതും അത് മറ്റു മണ്ഡലത്തിൽ നിന്ന്, പ്രത്യേകിച്ച് മലമ്പുഴയിൽ നിന്ന് അടക്കമുള്ള വോട്ടുകളാണ് എന്ന് പ്രകടമായി തന്നെ കാണാൻ കഴിയുന്ന സാഹചര്യം നിലനിൽക്കുന്നു. അന്തിമ പട്ടിക പുറത്തേക്ക് വന്നിട്ട് പോലും അതിൽ കൃത്യമായ പരിശോധന നടക്കുകയോ ആ പരിശോധന പ്രകാരം നടപടിയെടുത്ത അനർഹരായ വോട്ടർമാരെ മാറ്റുന്നതിന് വേണ്ടിയുള്ള നടപടികൾ ഉണ്ടാകാതിരിക്കുകയോ ചെയ്തിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സമാനമായ